മാനവിക ധന്യതയിലേക്ക് നമ്മളെ നടത്തുവാൻ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരെങ്ങനെയാണ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നത്? മാലാഖമാർ അനുസ്മരിച്ചതുപോലെ ശീലങ്ങളാൽ പൊതിയപ്പെട്ട് കാലത്ത് കിടത്തപ്പെടുന്ന പുറത്ത് വീണ ഒരു ശിശുവിനെ പോലെയാണ് അവരായിരുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സഹായതയിൽ വളരെ വെളിപ്പെടുത്തുന്നുണ്ട്. പിറന്നു വീണ ഒരു ശിശുവിന് പുറമേ ഉള്ള ഒരു ആഭരണമില്ല എങ്കിൽ ചൂട് നിലനിർത്തുവാനും തൽപോലെ ജീവൻ നിലനിർത്തുവാനും വളരുവാനും അസാധ്യമാണ്. ലോകത്തിലുള്ള യാതൊരു സൃഷ്ടിക്കും ഇങ്ങനെയുള്ള ഒരു ആവരണം പിറന്നു വീഴുന്ന സന്ദർഭത്തിൽ ആവശ്യമില്ല. മനുഷ്യ ശിശുവിന് മാത്രമേ ഉള്ളൂ. മൃഗങ്ങളായിരുന്നാലും പറവകളായിരുന്നാലും ഇഴജന്തുക്കളായിരുന്നാലും മത്സ്യമായിരുന്നാലും ഒന്നെങ്കിലും ഇതുപോലെ ഒരു ആഭരണം ഉടനെ ലഭിപ്പായിരുന്നു വരികയിൽ ജീവൻ നിലനിർത്തുവാനും വളരുവാനും കഴിയാത്ത ഒരവസ്ഥ ഇല്ല എന്നുള്ളത് അപ്പത്തേക്ക് ചോദിക്കും. ആ അവസ്ഥയിലേക്കാണ് എന്താണ് ഇറങ്ങി വന്നത്. എന്നാൽ അവിടെ ദൈവകൃപയാകുന്ന ആവരണത്തിൽ ചൂടും ഊർജവും കണ്ടെത്തി പുതിയ മാനവികതയിലേക്ക് വളർന്നു. എന്നാൽ ഈ ആവരണം ഉണ്ടായിരുന്നത് വരെങ്കിലും അവന്റെ കിടത്തിയത് എവിടെയായി? മൃഗീയമായുള്ള മൂല്യങ്ങൾ നിലനിൽക്കുന്നതായ അല്ലെങ്കിൽ ആനിമിസ്റ്റിക് എൻവയൺമെന്റ് മൃഗീയമായിരിക്കുന്ന ഒരു പരിസ്ഥിതിയിലായി. എന്നാൽ അവിടെ എന്നാൽ മാനവികതയുടെ മടവുകളിലേക്ക് കയറി അവൻ ഭവനത്തിലായിരുന്നപ്പോൾ വിദ്വാൻമാർ വന്നവരെ കണ്ടു. അതെ, നമ്മെ അന്വേഷിച്ച് നാം ആയിരിക്കുന്നിടത്തേക്ക് നമ്മുടെ നിസ്സഹായാവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു. നമ്മെ തന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ മുഖത്ത് വെളിപ്പെടുന്നതായ ദൈവ മനുഷ്യമുഖത്തിന്റെ അനുഭവത്തിലേക്ക് വഴി നടത്തിയതായിട്ടുള്ള ആ വലിയ കൃപയെ നാം ഓർക്കും. ആ കൃപയുടെ സാക്ഷ്യമായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഭാഷയിലും സംസാര ഭാഷയിലും ആംഗ്യ ഭാഷയിലും എല്ലായ്പ്പോഴും എല്ലാവരോട് പങ്കിട്ടിരുന്നതെന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും. ധന്യമായിരിക്കുന്ന ഒരു ജീവിതം, ഒരു മാതൃകാപത്രക്കാരൻ ഇന്ന് പലപ്പോഴും നാം ഓർക്കുന്നത് പോലെ തിരുവേലി ഓർമ്മിപ്പിച്ച ഒരു സങ്കീർത്തനക്കാരൻ വാക്യം ഓർമ്മിപ്പിച്ചതുപോലെ വികലമായിരിക്കുന്ന മാനവികതയ്ക്ക് നിദർശനം ശക്തമാകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമുഖത്ത് വിളങ്ങിയതായിട്ടുള്ള മാനവികതയുടെ, യേശുവിന്റെ മുഖത്ത് വിളങ്ങിയതായുള്ള മാനവികതയുടെ പ്രതിച്ഛായിയായി ജീവിച്ച് കർത്തൃസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ അച്ഛൻ്റെ സേവനങ്ങളെ ഓർത്ത് സഭയ്ക്കും ഇടവയ്ക്കും പൊതുപ്രവർത്തനങ്ങളിലും ആകമാനമായ മനുഷ്യ സമൂഹത്തിൽ നൽകിയ സേവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മാർത്തോമാ സഭയുടെ എല്ലാ ആദരവുകളും അറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇരയിൽ മൃതദേഹം മദ്ബഹായിലേക്ക് എടുക്കും. യാത്ര പറയുന്നതിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന്മാർ മൃതദേഹം എടുക്കുവാനായിട്ട് നടന്നിട്ടില്ല. മാത്രമല്ല, അവിടെ മൃതദേഹം എടുക്കുമ്പോൾ തിരികെ കൊണ്ട് വയ്ക്കുന്നതിന് മുമ്പ് ഈ ബെഞ്ചിൻ്റെ പുറകിലിരിക്കുന്ന കസേരകൾ കുറച്ചുകൂടെ പുറകോട്ട് മാറ്റി ഇതിലെ ഒരു സ്പേസ് കിട്ടത്തക്കോടെ ഈ ബെഞ്ച് പുറകോട്ട് മാറ്റി കുടുംബാംഗങ്ങൾ ആ ബെഞ്ചിൽ ഇരിക്കേണ്ടതാകുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വാത്സല്യമുള്ളവരെ, നമ്മുടെ കാലത്ത് യാത്ര ചെയ്യുന്നു. വായിക്കുന്നു അവരെ പ്രത്യാശിക്കുന്ന മഹത്വത്തിന്റെ കിരീടം അവനായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പത്രക്കാരന് അവസാനമായി മദ്ബഹായിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പാർത്തുകൊള്ളുകയും സന്തോഷത്തോടെ യാത്ര പറയുകയും ഇതേ നിങ്ങളെ കാണുകയില്ല എന്ന് പറയുന്ന ശബ്ദം നാപിതാക്കന്മാർ
വിശുദ്ധാസഭയെ സിഹായിലെ സമാധാനത്തിൽ പാർത്തുകൊള്ളുക. ദൈവത്താൽ എനിക്ക് നൽകപ്പെട്ട ആത്മീക മക്കളെ നിങ്ങൾ സമാധാനത്തോടുകൂടെ പാർത്തുകൊള്ളുവിൻ. കർത്താവിന്റെ സഹോദര സഹോദരികളെ, എനിക്ക് നിങ്ങൾ യാത്ര പറഞ്ഞു സിഹായെ സ്തുതിപ്പിൻ. നിങ്ങളോടുകൂടി അവൻ എന്നെ പാർപ്പിച്ചു. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അവൻ എന്നെ വേർപെടുത്തിയിരിക്കുന്നു. ജീവൻ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളെല്ലാവരെയും കാണാൻ അവൻ എനിക്ക് സംഗതി വരുത്തും. Sama
എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നു. എൻ്റെ സഹോദരന്മാരായ കുറ്റക്കാരെ, നിങ്ങളിൽ നിന്നാണ് ഞാൻ പിരിഞ്ഞ സ്വർഗീയരായ സകലരോട് ഞാൻ ചേരുന്നു. കുറ്റമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമേ, നിങ്ങൾക്ക് മുമ്പായി ഭാഗ്യവാന്മാരുടെ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. കർത്താവേ, നിനക്ക് മഹത്വം, നിന്റെ പിതാവിന്റെ ബഹുമാനവും പരിശുദ്ധവുമായി വന്നു പുകഴ്ത്തിയുണ്ടായിരിക്കട്ടെ. Oh
നീ വിശ്വസ്തയോടെ ശുശ്രൂഷിച്ചുള്ള മശിഹാ കർത്താവ് സന്തോഷങ്ങളുടെ സ്ഥലത്ത് അനുകരിക്കപ്പെട്ട മണിയറ നിനക്കായി ഒരുക്കിയിരിക്കുന്നു. ഈറന്മാരും മാലാഖമാരും അവരുടെ കൂട്ടങ്ങളിൽ നിന്നും സ്തുതിപാടേണ്ടതിന് നിന്നെ കാത്തിരിക്കുന്നു. യേരുശലേമിന്റെ വാതിലുകൾ നിനക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. നീ പ്രവേശിച്ച് മശിഹായുടെ സിംഹാസനം മുൻപാകെ വന്ദിക്കും. പിതാവിന് സ്തുതിയും പുത്രന് വന്ദനവും പരിശുദ്ധ റൂഹായിക്ക് പുകഴ്ചയും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. നീ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടു മണ്ണിലേക്ക് തിരികെ പോകുമെന്നും നീ പൂഴിയാകുന്നു പൂഴിയിലേക്ക് തിരികെ ചേരുമെന്നും ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നവനും സകലത്തിന്റെ ഉടയനുമായ ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായിൽ വിശ്വസിച്ചും മുൻമൂലം ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള ശരണത്തോടും നിന്റെ രഹസ്യങ്ങളുടെ ശുശ്രൂഷനായിരുന്ന എന്റെ ദാസനെയും അവസാന നാൾ മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടും നിന്റെ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറുകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാ ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. മ്ലേച്ഛമായ 8 കാലുകളും അവയ്ക്കുള്ളിൽ വലകെട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അതിനരികെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതെന്തിന്?
ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതെന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇതു നിമിത്തം മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, 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 നിന്റെ അനുഗ്രഹമാതിൽ ഞങ്ങൾക്ക് നേരെ അടച്ചു കളയരുത്. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദോഷത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും ഭൂമിയെ സൃഷ്ടിച്ചേർത്താവിനാൽ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെ അവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച നിങ്ങളെവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും
കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം